ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. Celebrating Viva by Shobika Weddings. ജനൽ പൊളിച്ച് പള്ളിയിൽ മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ കാളികാവ് പോലീസ് പിടികൂടി. ആസാം സ്വദേശി 27-കാരൻ മഞ്ചിൽ ഇസ്ലാം എന്നയാളെയാണ് പോലീസ് പിടികൂടിയത്. കാളികാവ് വെന്തോൻപടി മസ്ജിദിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. മസ്ജിദിലെ നേർച്ചപ്പെട്ടി കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. 2000-ഓളം രൂപയാണ് മോഷണം പോയത്. നഷ്ടപ്പെട്ട തുക പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. പള്ളിയുടെ പടിഞ്ഞാറു ഭാഗത്ത് ക്ലാസ്സിലെ ചെറിയ ജനൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. രാത്രി 9-ന് പള്ളി പൂട്ടിയ ശേഷമായിരുന്നു മോഷണം നടന്നത്. പ്രഭാത നമസ്കാരത്തിനെത്തിയ ഇമാമാണ് മോഷണം നടത്തിയതായി കണ്ടത്. ഉടനെ കാളികാവ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. SI V ശശിധരന്റെ നേതൃത്വത്തിൽ ഉടൻ പോലീസ് പള്ളിയിലെത്തി അന്വേഷണം നടത്തി. 1 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടി. രാത്രി പരിശോധനയാണ് മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് സഹായകമായത്. രാത്രി ഇതേ പോലീസ് സംഘം പരിശോധനയ്ക്കിടെ സംശയാസ്പദമായി കണ്ട മഞ്ചിൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ആസാമിൽ നിന്ന് വരുന്നതെന്നും ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങി വരികയാണെന്നും പൂങ്ങോട്ടുള്ള കോഴി ഫാമിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അയാളെ വിട്ടത്. മോഷണം നടന്നതറിഞ്ഞെത്തിയ പോലീസ് സംഘത്തിന് രാത്രി വിട്ടയച്ചയാളെ സംശയമുണ്ടായി. തുടർന്ന് പ്രദേശത്തെ 10ഓളം കോഴിഫാമുകളിൽ പരിശോധന നടത്തി. എവിടെയും ഇങ്ങനെ ഒരാൾ എത്തിയിട്ടില്ല. പിന്നീടുള്ള അന്വേഷണം ഇയാളെ തേടിയായി. തുടർന്ന് കാളികാവ് പുറ്റമണ്ണയിലെ കടവരാന്തയിൽ ആൾക്കൂട്ടത്തിൽ പ്രതി നിൽക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് മോഷണം നടത്തിയത് പ്രതി സമ്മതിച്ചത്. കാളികാവ് CI B അനീഷിന്റെ നിർദ്ദേശപ്രകാരം SI-മാരായ V ശശിധരൻ, ഇല്ലിക്കൽ അൻവർ സദാത്ത്, SCPO-മാരായ ക്ലിൻ ജേക്കബ്, CPO-മാരായ V ബാബു, MK മഹേഷ് എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കാളികാവ്. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.